നമസ്കാരം. ലയണൽ മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിൽ എത്തിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നിൽ നടന്ന കോടികളുടെ സാമ്പത്തിക ഇടപാടുകളിലും അഴിമതിയിലും ഒടുവിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇഡി പ്രാഥമിക പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനവും കള്ളപ്പണം വെളുപ്പിക്കലും നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് ഇഡി ഇപ്പോൾ വിവരശേഖരണവും പ്രാഥമിക അന്വേഷണവും വേഗത്തിലാക്കിയിരിക്കുന്നത്. സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വിദേശത്തേക്ക് കോടിക്കണക്കിന് രൂപ കൈമാറിയതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഉറവിടങ്ങളാണ് ഇഡി പ്രധാനമായും നിരീക്ഷിക്കുന്നത്. മെസ്സിയെ കൊണ്ടുവരുന്നതിന്റെ പേരിൽ നടന്ന നിയമലംഘനങ്ങളും ക്രമക്കേടുകളും തുറന്നുകാട്ടുന്നതായിരുന്നു കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഔദ്യോഗികമായി ശേഖരിച്ച ശേഷമാണ് ഇഡി നിയമ നടപടികളിലേക്ക് കടക്കുന്നത്. ഏകദേശം $15 മില്യൺ അതായത് 120 കോടി രൂപ വിദേശ ഇടനിലക്കാരായ വിദേശ കമ്പനികൾ വഴി കൈമാറിയെന്ന കണ്ടെത്തലാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. റിസർവ് ബാങ്കിന്റെ അനുമതിയോടെയാണ് പണം നൽകിയതെന്ന് സ്പോൺസർമാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും വിദേശത്തേക്ക് അയച്ച പണത്തിന്റെ യഥാർത്ഥ ഉറവിടവും ഇതിന് പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തന്ത്രങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന വശവുമാണ് പ്രധാനമായും പരിശോധിക്കപ്പെടുന്നത്. മുൻ LDF സർക്കാരിന്റെ ഭരണകാലത്ത് സ്പോൺസറെ തെരഞ്ഞെടുക്കുന്നതിൽ തന്നെ വൻ തിരിമറികൾ നടന്നതായി കായിക വകുപ്പിന്റെ റിപ്പോർട്ട് അക്കമിട്ട് നിരത്തുന്നുണ്ട്. പൊതു ടെൻഡറോ സുതാര്യമായ രീതിയോ കൂടാതെയാണ് ഒരു സ്വകാര്യ ചാനൽ കമ്പനിക്ക് ഇത്രയും വലിയ സാമ്പത്തിക മൂല്യമുള്ള കരാർ നേരിട്ട് നൽകിയത്. ഇതിനു പുറമെ ധനകാര്യ വകുപ്പിന്റെയോ നിയമ വകുപ്പിന്റെയോ നിർബന്ധമായ നിയമ പരിശോധനകളോ മന്ത്രിസഭയുടെ അംഗീകാരമോ വാങ്ങാതെയാണ് വൻ സാമ്പത്തിക ബാധ്യത വരാമായിരുന്ന കരാറുകളിലേക്ക് അധികൃതർ കടക്കുന്നത്. അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷനായ ഫിഫയുടെയോ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനായ AIFFന്റെയോ അനുമതി പത്രങ്ങൾ പോലും ഇല്ലാതെയാണ് സാമ്പത്തിക ഇടപാടുകൾ തകൃതിയായി നടന്നത്. വിദേശത്തേക്ക് അയച്ച വൻ തുകയ്ക്ക് റിവേഴ്സ് ചാർജ് നിബന്ധനകൾ അനുസരിച്ച് അടക്കേണ്ടിയിരുന്ന കോടികളുടെ GST വെട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന കാര്യവും ആദായ നികുതി വകുപ്പും ഇഡിയും സംയുക്തമായി പരിശോധിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്നോ RBIയിൽ നിന്നോ ആവശ്യമായ മുൻകൂർ അനുമതികൾ നേടാതെ സംസ്ഥാന സർക്കാരിന്റെ പേര് ദുരുപയോഗം ചെയ്ത് സ്വകാര്യ കമ്പനിക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ മന്ത്രിതലത്തിൽ ഇടപെടൽ നടന്നു എന്ന തരത്തിലുള്ള ആരോപണമാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. നിലവിലെ VD സതീശൻ സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള സാധ്യത തെളിയുന്നതിനിടയിലാണ് ഇഡിയുടെ ഈ ഒരു മിന്നൽ എൻട്രി. വിദേശ നാണ്യ വിനിമയ നിയമലംഘനത്തിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചാൽ ഫെമ പ്രകാരം RBC ഭാരവാഹികൾക്കും ഇതിന് കൂട്ടുനിന്ന മുൻ മന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾക്കുമെതിരെ ഇഡി കേസെടുക്കും. കായിക പ്രേമികളുടെ വികാരം വെച്ച് പന്താടുകയും അർജന്റീന ടീമിന്റെ പേരിൽ വിദേശത്തേക്ക് കോടികൾ കടത്താൻ വഴിയൊരുക്കുകയും ചെയ്ത വമ്പന്മാരുടെ തനിനിറമാണ് ഇഡി അന്വേഷണത്തിലൂടെ ഇപ്പോൾ പുറത്തുവരാനായി പോകുന്നത്. സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയവർക്ക് നിയമത്തിന്റെ മുന്നിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഒരു നീക്കങ്ങൾ.